ഹായ് ഹലോ നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ചാറ്റ് GPT-യുമായി ബന്ധപ്പെട്ടതാണ്. വിവരസാങ്കേതിക വിദ്യ ഇത്രയും വികസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ചാറ്റ് GPT. ചാറ്റ് GPT-യുമായി ബന്ധപ്പെട്ട് PSCയിൽ എന്തൊക്കെ ചോദിക്കാം? ക്ലാസ്സിലേക്ക് കടക്കാം. എന്താണ് ചാറ്റ് GPT? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ ഉപഭോക്താക്കൾക്ക് സംഭാഷണ രൂപത്തിൽ നേരിട്ട് ആശയവിനിമയം നടത്തുന്ന ഒരു ചാറ്റ് ബോട്ടാണ് ചാറ്റ് GPT. അപ്പോൾ പേര് പോലെ തന്നെ ഒരു ചാറ്റ് ബോട്ടാണ് ചാറ്റ് GPT എന്ന് പറയുന്നത്. എന്തിന്റെ സഹായത്തോടെ? നമ്മൾ AI എന്നൊക്കെ ചുരുക്കപ്പേരിൽ വിളിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെയാണ് ചാറ്റ് GPTയിൽ ആശയവിനിമയം നടത്തുന്നത്. മനുഷ്യഭാഷ മനസ്സിലാക്കാനും വിവിധ ഭാഷകളിൽ നമ്മോട് സംവദിക്കാനും ചാറ്റ് GPTക്ക് കഴിയും. അപ്പോൾ ചാറ്റ് GPTക്ക് മനുഷ്യഭാഷ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണല്ലോ നമ്മൾ ചാറ്റ് ചെയ്യുന്നത്. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഓപ്പൺ AI, എന്താണ് ഓപ്പൺ AI എന്ന കമ്പനിയാണ് ചാറ്റ് GPTയുടെ ഉപജ്ഞാതാവ്. അപ്പോൾ ചാറ്റ് GPTയെ പറ്റി വ്യക്തമായി തന്നെ അറിഞ്ഞിരിക്കുക. ചാറ്റ് GPTയുടെ ഉപജ്ഞാതാവ് ഏത് കമ്പനിയാണ്? ഓപ്പൺ AIയുടെ സ്ഥാപകൻ ആരാണ്? എലോൺ മസ്ക് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പേരാണ് എലോൺ മസ്ക്. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഓപ്പൺ AI എന്ന കമ്പനിയാണ് ചാറ്റ് GPTയുടെ ഉപജ്ഞാതാവ്. ചാറ്റ് GPTയുടെ സ്രഷ്ടാവ് ആരാണ്? സാം ഓൾട്ട്മാൻ. ആരാണ്? സാം ഓൾട്ട്മാൻ എന്ന വ്യക്തിയാണ് ചാറ്റ് GPT എന്നൊരു സംഭവം തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ ചാറ്റ് GPT എന്ന മഹാസംഭവത്തിന്റെ സ്രഷ്ടാവ് ആരാണ്? സാം ഓൾട്ട്മാൻ. ഒരു ഓൾഡ് മാൻ ആണ് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നത്. ഒന്ന് ഓർക്കുക, ഒരു ഓൾഡ് മാൻ ആണ് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഈ സംഭവം ചാറ്റ് GPTയുടെ സ്രഷ്ടാവ് എന്ന് ഓർത്തിരിക്കുക. ഓൾഡ് മാൻ ആണ്. അപ്പോൾ ആരാണ്? സാം ഓൾട്ട്മാൻ. ആരാണ്? സാം ഓൾട്ട്മാൻ ആണ് ചാറ്റ് GPTയുടെ സ്രഷ്ടാവ്. കമ്പനി ഏതാണ്? ഓപ്പൺ AI. എലോൺ മസ്കിന്റെ ഉടമസ്ഥതയിലുള്ള ഓപ്പൺ AI എന്ന കമ്പനിയാണ് ചാറ്റ് GPT ഉപജ്ഞാതാവ്. ചാറ്റ് GPTയിൽ GPT എന്നതിന്റെ പൂർണ്ണരൂപം എന്താണ്? ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. എന്താണ്? ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ. എന്താണ് GPT? ജനറേറ്റീവ് പ്രീ ട്രെയിൻഡ് ട്രാൻസ്ഫോമർ എന്നതാണ് GPTയുടെ പൂർണ്ണരൂപം. ചാറ്റ് GPT പുറത്തിറങ്ങിയ വർഷം 2022 നവംബർ 30. 2 വർഷം മുന്നേ തന്നെ വന്നു കഴിഞ്ഞിരുന്നു. 2022 നവംബർ 30-നാണ് ചാറ്റ് GPT പുറത്തിറക്കിയത്. ഓപ്പൺ AIയുടെ പുതിയ CEO. എന്താണ് ഓപ്പൺ AI? ചാറ്റ് GPT പുറത്തിറക്കിയ കമ്പനിയാണ് ഓപ്പൺ AI. നമ്മളിപ്പോൾ പറഞ്ഞു. ആ ഓപ്പൺ AIയുടെ പുതിയ CEO ആണ് ആര്? വളരെ നല്ലൊരു പേരാണ്, മിറ മുറാട്ടി. ആരാണ്? മിറ മുറാട്ടി. നല്ല പേരല്ലേ, പറയാനൊക്കെ നല്ല സുഖമുണ്ട്. മിറ മുറാട്ടിയാണ് ഓപ്പൺ AIയുടെ പുതിയ CEO. മിറ മുറാട്ടി. GPT 3.5 എന്ന ഭാഷാ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് ചാറ്റ് GPTയുടെ പ്രവർത്തനം. അപ്പോൾ ചാറ്റ് GPT പ്രവർത്തിക്കുന്നത് ഏത് ഭാഷാ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ്? ചാറ്റ് GPT പ്രവർത്തിക്കുന്നത്? GPT 3.5. നമ്മൾ മോദിജി 0.3 എന്നൊക്കെ പറയും പോലെ GPT 3.5 എന്ന ഭാഷാ മോഡലിനെ അടിസ്ഥാനമാക്കിയാണ് ചാറ്റ് GPT പ്രവർത്തിക്കുന്നത്. ചാറ്റ് GPT സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയ ആദ്യത്തെ സെർച്ച് എഞ്ചിൻ, ഓർത്തിരിക്കുക, സെർച്ച് എഞ്ചിനാണ് ഏത്? ബിങ് ഒരു സെർച്ച് എഞ്ചിനാണ് എന്നുകൂടി ഈ ഒരു പോയിന്റിലൂടെ ഓർത്തിരിക്കുക. ചാറ്റ് GPT സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ബിങ്. അങ്ങനെയെങ്കിൽ ചാറ്റ് GPT സാങ്കേതികവിദ്യ ഉൾപ്പെടുത്തിയ ആദ്യത്തെ വെബ് ബ്രൗസറാണ് എഡ്ജ്.
എഡ്ജ് എന്ന് പറയുന്നത് ഒരു വെബ് ബ്രൗസർ ആണ്. അതിന് ഇപ്പോഴൊരു പ്രത്യേകത ഉണ്ടായിരിക്കുകയാണ്. എന്താണത്? ചാറ്റ് GPT സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയ ആദ്യത്തെ വെബ് ബ്രൗസർ ആണ് എഡ്ജ്. ആദ്യത്തെ സെർച്ച് എഞ്ചിൻ ഏതാണ്? ബിങ്. തിരിഞ്ഞു പോകരുത്. ബിങ് സെർച്ച് എഞ്ചിനും എഡ്ജ് വെബ് ബ്രൗസറുമാണ്. സെർച്ച് എഞ്ചിൻ ബിങ് ആണ്, വെബ് ബ്രൗസർ എഡ്ജ് ആണ്. ചാറ്റ് GPT സാങ്കേതിക വിദ്യ ഉൾപ്പെടുത്തിയ ആദ്യത്തെ സെർച്ച് എഞ്ചിനാണ് ബിങ്. ആദ്യത്തെ വെബ് ബ്രൗസർ ആണ് എഡ്ജ്. ചാറ്റ് GPTക്ക് ബദലായുള്ള ഇന്ത്യയുടെ ആദ്യ ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ രാജ്യത്തെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോമാണ് കൃത്രിം. ഏതാണ്? കൃത്രിം. ചാറ്റ് GPTക്ക് ബദലായി ഇന്ത്യ ഒരു ചാറ്റ് ബോട്ട് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ചാറ്റ് GPTക്ക് ബദലായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ചാറ്റ് ബോട്ടാണ് കൃത്രിം. അല്ലെങ്കിൽ എങ്ങനെയാ പറഞ്ഞേ? രാജ്യത്തെ ആദ്യ ബഹുഭാഷാ നിർമ്മിത ബുദ്ധി പ്ലാറ്റ്ഫോം. എന്താണ് നിർമ്മിത ബുദ്ധി? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. രാജ്യത്തെ ആദ്യ ബഹുഭാഷാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്ലാറ്റ്ഫോം ആണ് കൃത്രിം. ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ഓല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കമ്പനിയാണ് ഓല. ഓല എന്താണ്? ഒരു ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയാണ്. ഇലക്ട്രിക് വാഹന നിർമ്മാണ കമ്പനിയായ ഓലയാണ് കൃത്രിമിന്റെ ഉപജ്ഞാതാക്കൾ. അപ്പോൾ കൃത്രിമിന്റെ ഉപജ്ഞാതാക്കൾ ആരാണ്? ഓലയാണ്. ചാറ്റ് GPTക്ക് ബദലായുള്ള ഇന്ത്യയുടെ ആദ്യ ചാറ്റ് ബോട്ടാണ് എന്ത്? കൃത്രിം. ഓലയുടെ ഇപ്പോഴത്തെ CEO ആണ് ധവിഷ് അഗർവാൾ. ആരാണ്? ധവിഷ് അഗർവാൾ. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓപ്പൺ AI നിലവിലെ CEO ആണ്. വളരെ നല്ലൊരു പേരാണ് പറഞ്ഞത്. എന്തായിരുന്നു? മുറാട്ടി. എന്ത് മുറാട്ടി? മിറ മുറാട്ടി. മിറ മുറാട്ടിയാണ് ഓപ്പൺ AI നിലവിലെ CEO. അതുപോലെ നമ്മുടെ ഓലയുടെ ഇപ്പോഴത്തെ CEO ഒരു അഗർവാൾ ആണ്. എന്ത് അഗർവാൾ? ധവിഷ് അഗർവാൾ. എന്താണ്? ധവിഷ് അഗർവാൾ. ചാറ്റ് GPTക്ക് ബദലായി ഗൂഗിൾ വികസിപ്പിച്ച ആദ്യ ചാറ്റ് ബോട്ടാണ് ബാഡ്. എന്താണ്? ബാഡ്. ബേർഡ് അല്ല, ബാഡാണ്. ഗൂഗിൾ ബാഡ്. ഗൂഗിൾ ബാഡ് ആയിട്ടാണ് ഒരു ചാറ്റ് GPTക്ക് ബദലായിട്ടൊരു സംഭവം ഇറക്കിയത്. എന്താണത്? ബാഡ്. ചാറ്റ് GPTക്ക് ബദലായി ഗൂഗിൾ വികസിപ്പിച്ച ആദ്യ ചാറ്റ് ബോട്ടാണ് ബാഡ്. ഇന്ത്യ വികസിപ്പിച്ചത് ഏതാണ്? ചാറ്റ് GPTക്ക് ബദലായുള്ള ഇന്ത്യയുടെ ആദ്യത്തെ ചാറ്റ് ബോട്ടാണ് കൃത്രിം. ചാറ്റ് GPTക്ക് ബദലായി ഗൂഗിൾ വികസിപ്പിച്ച ആദ്യ ചാറ്റ് ബോട്ടാണ് ബാഡ്. ചാറ്റ് GPT അടിസ്ഥാനമാക്കി മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ബിങ് ചാറ്റിന്റെ പുതിയ പേര്. ഇപ്പൊ എന്താണ്? ചാറ്റ് GPT അടിസ്ഥാനമാക്കി മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ബിങ് ചാറ്റിന്റെ പുതിയ പേരാണ് കോ പൈലറ്റ്. എന്താണ്? കോ പൈലറ്റ്. ചാറ്റ് GPT അടിസ്ഥാനമാക്കി മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ബിങ് ചാറ്റിന്റെ പുതിയ പേരാണ് കോ പൈലറ്റ്. ചാറ്റ് GPT, ഗൂഗിൾ ബാഡ് എന്നിവയ്ക്ക് ബദലായി. അപ്പോൾ എന്തിനൊക്കെ ബദലായിട്ടാണ്? ചാറ്റ് GPTക്കും നമ്മുടെ ഗൂഗിൾ ചാറ്റ് GPTക്ക് ബദലായി ഇറക്കിയ ബാഡ് എന്നിവയ്ക്ക് ബദലായി ഇലോൺ മസ്ക് ഒന്നിനെയും വെറുതെ വിടില്ല. നമ്മുടെ ഇലോൺ മസ്ക്, നിങ്ങൾ ചാറ്റ് GPTയും ബാഡും കൊണ്ടുവന്നെങ്കിൽ ഞാൻ വേറെ കൊണ്ടുവരും എന്നും പറഞ്ഞ് അവർക്ക് രണ്ടിനും ബദലായിട്ട് നമ്മുടെ ഇലോൺ മസ്ക് കൊണ്ടുവന്നത്. ഇലോൺ മസ്കിന്റെ XAI കമ്പനി. ഏതാണ് കമ്പനി? ഇലോൺ മസ്കിന്റെ കമ്പനി ഏതാണ്? XAI കമ്പനി പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടാണ് ഏത്? ഗ്രോക്ക്. എന്താണ്? ഗ്രോക്ക്. അപ്പോൾ എന്തിനൊക്കെ ബദലായിട്ടാണ്? ചാറ്റ് GPTക്കും ബദലായി, ഗൂഗിൾ ബാഡിനും ബദലായി, അതുക്കും മേലെ എന്ന് പറയും പോലെ എല്ലാത്തിനും മുകളിലായി, എല്ലാത്തിനും ബദലായിട്ട് നമ്മുടെ ഇലോൺ മസ്കിന് മേലെ ചാറ്റ് GPTക്കും ഗൂഗിൾ ബാഡിനും ബദലായിട്ട് നമ്മുടെ ഇലോൺ മസ്ക് കൊണ്ടുവന്നിരിക്കുന്നു ഗ്രോക്ക്. എന്താണ്? ഗ്രോക്ക്. ഏത് കമ്പനിയാണ്? XAI കമ്പനി പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടാണ് ഗ്രോക്ക്. ഓക്കെ, അപ്പോൾ ഈ ഗ്രോക്ക്, ബാഡ്, ചാറ്റ് GPT ഇതൊക്കെ ഒരു ഗ്രൂപ്പിൽ വരുന്നതാണ് എന്ന് മറക്കാതിരിക്കുക. നമ്മുടെ ഇന്ത്യ വികസിപ്പിച്ചത് എന്തായിരുന്നു? കൃത്രിം. ഇന്ത്യയുടെ കൃത്രിമുണ്ട്, ഗൂഗിളിന്റെ ബാഡുണ്ട്, ഇലോൺ മസ്കിന്റെ ഗ്രോക്ക് ഉണ്ട്. XAI കമ്പനിയാണ് ഗ്രോക്ക് കൊണ്ടുവരുന്നത്.
ഓപ്പൺ എ ഐയുടെ ചാറ്റ് ബോട്ടിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഗൂഗിൾ ഏറ്റവും പുതുതായി അവതരിപ്പിച്ച AI സംവിധാനമാണ് ജെമിനി. അപ്പോൾ ഗൂഗിൾ എന്ത് ചെയ്യുന്നില്ല, ചാറ്റ് GPT വെറുതെ വിടുന്നില്ല. ആദ്യം എന്ത് കൊണ്ടുവന്നു? ബാർഡ് കൊണ്ടുവന്നു. അതും പോരാ, അതിനും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എന്തെങ്കിലും വേണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഓപ്പൺ എയുടെ ചാറ്റ് ബോട്ടിന് വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഏറ്റവും പുതുതായിട്ട് ഗൂഗിൾ അവതരിപ്പിച്ച AI സംവിധാനമാണ് ജെമിനി. ഏറ്റവും പുതിയതായിട്ട് അവതരിപ്പിച്ച ആരുടെയാണ്? ഗൂഗിളിന്റെ AI സംവിധാനമാണ് ജെമിനി. ഓരോന്നും ആരുടേതാണ്, എന്താണ് എന്നൊക്കെ വ്യക്തമായി പഠിക്കുക. ഇതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഓപ്ഷനിൽ ഈ പേരുകളെല്ലാം ഉണ്ടായിരിക്കും. നമ്മുടെ കൃത്രിമം ഉണ്ടായിരിക്കും, ബാർഡ് ഉണ്ടായിരിക്കും, ഗ്രോക്ക് ഉണ്ടായിരിക്കും, ജെമിനിയും ഉണ്ടായിരിക്കും. ഓക്കെ, ഓരോന്നും ഏതാണെന്ന് വ്യക്തമായിട്ട് തന്നെ പഠിച്ചു പോവുക. ഗൂഗിൾ ചാറ്റ് GPT ബദലായിട്ട് ആദ്യമായി കൊണ്ടുവന്ന AI ചാറ്റ് ബോട്ട് ഏതാണ്? ബാർഡാണ്, ഗൂഗിൾ ബാർഡാണ്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് പുതുതായിട്ട് ഓപ്പൺ എയുടെ ചാറ്റ് ബോട്ടിന് ബദലായിട്ട് കൊണ്ടുവന്നതാണ് എന്ത്? ജെമിനി. ഓപ്പൺ എയുടേതാണ് ചാറ്റ് ബോട്ട്, അതിന് ബദലായിട്ട് പുതുതായി ഗൂഗിൾ കൊണ്ടുവന്നതാണ് ജെമിനി. എന്താണ്? ജെമിനി. അങ്ങനെയെങ്കിൽ ഇലോൺ മസ്ക് കൊണ്ടുവന്നത് എന്താണ്? ഗ്രോക്ക് ആണ്. ഇലോൺ മസ്ക് കൊണ്ടുവന്നത് ഗ്രോക്ക് ആണ്. ചാറ്റ് GPTക്കും ഗൂഗിൾ ബാർഡ് എന്നിവയ്ക്കൊക്കെ ബദലായിട്ട് ഇലോൺ മസ്കിന്റെ XAI കമ്പനി പുറത്തിറക്കിയതാണ് ഗ്രോക്ക്. ഇതെല്ലാം AI ചാറ്റ് ബോട്ട് ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ പറഞ്ഞത് ചാറ്റ് GPT അടിസ്ഥാനമാക്കി മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ബിങ് ചാറ്റ്. മൈക്രോസോഫ്റ്റിന്റെ ആണ് എന്ത്? മൈക്രോസോഫ്റ്റ് ബിങ് എന്നല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ബിങ് ചാറ്റ്. ബിങ് ചാറ്റിന്റെ പുതിയ പേരാണെന്ത്? കോ പൈലറ്റ്. അപ്പോൾ ബിങ് ചാറ്റ് എന്നായിരുന്നു എന്താ മൈക്രോസോഫ്റ്റ് അവതരിപ്പിച്ച ചാറ്റ് GPTയുടെ പേര്. ചാറ്റ് GPT അടിസ്ഥാനമാക്കി വന്നതാണ് ബിങ് ചാറ്റ്. ഈ ബിങ് ചാറ്റിന്റെ പുതിയ പേരാണെന്ത്? കോ പൈലറ്റ്. അപ്പോൾ കോ പൈലറ്റ് എന്തിന്റെയാണ്? മൈക്രോസോഫ്റ്റിന്റെയാണ് കോ പൈലറ്റ്. ചാറ്റ് GPTക്ക് ബദലായി ചൈനീസ് നിർമ്മിത ബുദ്ധിയും സെർച്ച് എഞ്ചിനുമായ ബെയ്ഡു അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ഏണി. എല്ലാത്തിലും ചൈന കയറി വരും. ചൈന എന്തുമായാണ് വന്നത്? ഒരു ഏണിയുമായി വന്നതെന്ന് ഓർക്കുക. ചൈന ചാറ്റ് ചെയ്യാൻ ഏണിയുമായിട്ടാണ് വന്നത്. ചാറ്റ് GPTക്ക് ബദലായി ചൈനീസ് നിർമ്മിത ബുദ്ധിയും സെർച്ച് എഞ്ചിനുമായ ബെയ്ഡു ആണ്. അപ്പൊ ബെയ്ഡു ഏത് രാജ്യത്തിന്റെ സെർച്ച് എഞ്ചിനാണ്? ചൈനയുടേതാണ്. ചൈനയുടെ സെർച്ച് എഞ്ചിനാണ് ബെയ്ഡു. ബെയ്ഡു അവതരിപ്പിച്ച ചാറ്റ് ബോട്ടാണ് ഏത്? ഏർണി. ചൈനയുടെ പുതിയ ചാറ്റ് ബോട്ടാണ് എന്ത്? ഏർണി. ചാറ്റ് GPTക്ക് ബദലായി റഷ്യ. അടുത്തത് ആര് വരുന്നു? റഷ്യ വരുന്നു. റഷ്യ വെറുതെ വന്നില്ല. റഷ്യൻ ധനകാര്യ സ്ഥാപനമായ ഷെർബാങ്ക്. എന്താണ്? ഷെർബാങ്ക് പുറത്തിറക്കിയ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചാറ്റ് ബോട്ടാണ് ജിഗാ ചാറ്റ്. എന്താണ്? ജിഗാ ചാറ്റ്. കുറച്ച് വലിയ കാര്യങ്ങളാണ് റഷ്യ പറയുന്നത്. റഷ്യയുടെ ധനകാര്യ സ്ഥാപനമായ ഷെർബാങ്ക്, ഒരു ബാങ്കാണ് ജിഗാ ചാറ്റ് കൊണ്ടുവന്നത്. എന്ത് ബാങ്കാണ്? ഷെർബാങ്ക്. റഷ്യൻ ധനകാര്യ സ്ഥാപനമായ ഷെർബാങ്ക് പുറത്തിറക്കിയ AI ചാറ്റ് ബോട്ടാണ് ജിഗാ ചാറ്റ്. ചാറ്റ് GPTക്ക് ബദലായി ബോംബെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി സഹകരിച്ച്, എന്തുമായി സഹകരിച്ച്? ബോംബെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി സഹകരിച്ച് റിലയൻസ് ആരംഭിക്കുന്ന സംവിധാനം എന്തിൻ്റെയാണ്? നമ്മുടെ റിലയൻസ് കൊണ്ടുവന്നതാണ് ഭാരത് GPT. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സംഭവം എത്തിക്കഴിഞ്ഞു. ഭാരത് GPT അവതരിപ്പിച്ചത് റിലയൻസ് കമ്പനിയാണ്. ഒറ്റയ്ക്കാണോ? അല്ല. എന്തുമായി സഹകരിച്ചാണ്? ബോംബെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി സഹകരിച്ച്. എന്തുമായി സഹകരിച്ചാണ്? ബോംബെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി സഹകരിച്ചിട്ടാണ് റിലയൻസ് എന്താ കൊണ്ടുവരുന്നത്? ഭാരത് GPT കൊണ്ടുവരുന്നത്. ഭാരത് GPT കാണുമ്പോൾ വിചാരിക്കരുത് ഇന്ത്യയുടെ ആദ്യത്തെ AI ചാറ്റ് ബോട്ടാണ് ഭാരത് GPT എന്ന് വിചാരിക്കരുത്. ഇന്ത്യയുടെ ആദ്യത്തെ AI ചാറ്റ് ബോട്ട് ഏതാണ്? കൃത്രിമാണ്. ഓല കമ്പനിയാണ് കൃത്രിം കൊണ്ടുവരുന്നത്. ഓലയുടെ നിലവിലെ CEO ആരാണ്? ധവേഷ് അഗർവാൾ ആണ്, മറക്കരുത്. സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്ന കണ്ടെത്തലിനെ തുടർന്ന് ചാറ്റ് GPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ഇറ്റലി.
എല്ലാത്തിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ചോദ്യം. ഇത് ശരിയല്ല, സുരക്ഷാ മാനദണ്ഡങ്ങൾക്കൊക്കെ എതിരാണ്, ഇത് നല്ല രീതിയിലല്ല പ്രവർത്തിക്കുന്നത്, നമ്മുടെ സെക്യൂരിറ്റിയൊക്കെ ലംഘിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ രാജ്യമുണ്ട്. ആദ്യ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ചാറ്റ് ജിപിടിക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ രാജ്യമാണ് ഇറ്റലി. എന്തായിരുന്നു കാരണം? സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചു എന്നതാണ് ഇറ്റലി ചാറ്റ് ജിപിടിയെ നിരോധിക്കുവാനുള്ള കാരണം. ഇത്രയുമാണ് ചാറ്റ് ജിപിടിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റി ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട്. വരും ക്ലാസ്സുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ പറ്റിയുള്ള വസ്തുതകളുമായി നമുക്ക് കാണാം. താങ്ക്